സാമ്പത്തിക തട്ടിപ്പ് ആരോപണത്തിൽ വെട്ടിലായി പത്തനംതിട്ട എം പി ആന്റോ ആന്റണി. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തട്ടിപ്പിൽ എംപിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉടൻ ചോദ്യം ചെയ്യും. തെരഞ്ഞെടുപ്പ് സമയത്ത് ആന്റോയ്ക്ക് 2 കോടി നൽകിയെന്ന ഫിനാൻസ് സ്ഥാപന ഉടമയുടെ ആരോപണത്തിന് പിന്നാലെയാണ് നീക്കം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തട്ടിപ്പ് ആരോപണം കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുമുന്നണി. എംപിക്കെതിരെ സിപിഐയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. സഹായിക്കണം എന്ന് പറഞ്ഞ് ആ ക്യാമ്പയിനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 2 കോടി രൂപ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് അദ്ദേഹം വായ്പയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10-10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിന്റെ ഈ ആരോപണമാണ് ആന്റോ ആന്റണിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. നിക്ഷേപ തട്ടിപ്പിൽ എംപിയെ ഉടൻ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് നൽകും. ആന്റോ ആന്റണിക്ക് ലഭിച്ചത് തട്ടിപ്പ് പണമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ ആരോപണം രാഷ്ട്രീയമായി ഉന്നയിക്കാനാണ് LDF നീക്കം. രേഖകളില്ലാതെ ഇത്രയും തുക എങ്ങനെ വാങ്ങിയെന്ന് ആന്റോ ആന്റണി വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഈ 2 കോടി റുപ്യ വാങ്ങിയത് നിയമപരമാണോ? അത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട് എംപിക്ക്. അല്ല ബൾക്കായിട്ട് കള്ളപ്പണമായിട്ട് വാങ്ങിയതാണോ? ബൾക്കായിട്ട് വാങ്ങിയത് പറഞ്ഞാൽ കള്ളപ്പണമാണല്ലോ. അതുപോലെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നത്, തിരിച്ചു കൊടുത്തതും ഇതേപോലെ തന്നെ കള്ളപ്പണമായിട്ടാണോ എന്ന് MP പറയട്ടെ. വാങ്ങിയ പണം തെരഞ്ഞെടുപ്പിന് പ്രതിപക്ഷ നേതാവ് അടക്കം ഉപയോഗിച്ചോ എന്നതിൽ മറുപടി പറയണമെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ആന്റോ പണം തരാനുണ്ടെന്ന് NM രാജു തന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞു. 2 കോടി രൂപ എങ്ങനെയാണ് വാങ്ങിക്കാൻ കഴിയുന്നത്? 20,000 രൂപ വരെ പൈസയെ വാങ്ങിക്കാൻ കഴിയൂ. ബാക്കി പൈസ ചെക്കായിട്ടാണോ വാങ്ങിച്ചത്, അതോ അക്കൗണ്ടിൽ ഇടുകയായിരുന്നോ എന്ന് വ്യക്തമാക്കണം. എന്ന് മാത്രമല്ല, 2 മാസം കഴിഞ്ഞ് പൈസ ഇല്ല എന്ന് പറയുന്ന ആന്റോ ആന്റണി 2 മാസം കഴിഞ്ഞ് എങ്ങനെയാണ് പൈസ തിരിച്ചു കൊടുത്തത്? ഈ സാമ്പത്തിക ക്രമക്കേടിൽ ഇതൊരു തട്ടിപ്പാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും SIT വളരെ വിശദമായി അന്വേഷിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ നിക്ഷേപം കണ്ടെത്താൻ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ഓഫീസിൽ ED റെയ്ഡ് നടത്തിയിരുന്നു. നിക്ഷേപ തട്ടിപ്പ് കേസിൽ 2 വർഷമായി ED അന്വേഷണം നേരിടുകയാണ് സ്ഥാപനം. അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥാപനത്തിന്റെ 44 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. നിക്ഷേപ തട്ടിപ്പിൽ സംസ്ഥാനത്തും ചെന്നൈയിലുമായി നടത്തിയ റെയ്ഡിൽ നിർണായക രേഖകളും ED പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.